ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ എന്താണ് മനസ്സ് എന്നതിനെക്കുറിച്ച് ഉള്ള ചർച്ചയായിരുന്നു. അതിൽ തത്വചിന്തകന്മാരുടെയും അതുപോലെ മറ്റ് പല വീക്ഷണങ്ങളിലുള്ള ആളുകളുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാട് എന്തെന്ന് പറഞ്ഞിരുന്നു. ഖുർആനിൽ 3 രൂപത്തിൽ പറഞ്ഞതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആണ് ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഖൽബ് എന്നും നഫ്സ് എന്നും റൂഹ് എന്നുമാണ് ഇതിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഖൽബിനെ കുറിച്ചും നഫ്സിനെ കുറിച്ചുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റൂഹ് എന്നതിനെക്കുറിച്ച്, ജീവൻ, അത് എന്താ എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് സമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദൈവം തന്നെ നൽകിയിട്ടില്ല എന്നാണ് ദൈവം പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയില്ല. അപ്പം ഖൽബ് എന്താണ്, നഫ്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. ഖൽബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിനെയാണ് ഖൽബ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് ഉദാഹരണം, നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലി നാവ് കൊണ്ട് മുഴിഞ്ഞാൽ പോരാ. നമ്മൾ ഒരു വിശ്വാസിയായി മാറണമെങ്കിൽ, ഇസ്ലാമായ ഒരു മുസ്ലിമായ ഒരു വിശ്വാസിയാകണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടും ഏക ഇലാഹിനെ കൊണ്ടും അതുപോലെ തന്നെ പ്രവാചകനിലും നമ്മൾ വിശ്വസിക്കുക. അതിൽ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മളെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. നാവ് കൊണ്ട് മുഴിഞ്ഞാൽ പോരാ, ഹൃദയം കൊണ്ട് അത് ഉറപ്പിക്കണം. അപ്പം അത് നമ്മളെ മനസ്സിൽ ഉറപ്പിച്ച് പറയണം, അത് ഉൾക്കൊണ്ട് പറയണം എന്നാണ് അതിനർത്ഥം. നമ്മളെ ബോധ മനസ്സിൽ നിന്നും അവബോധ മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്, നമ്മൾ ആ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുന്നത്, നമ്മൾ ഹൃദയത്തിലേക്ക് അതിനെ സ്റ്റോർ ചെയ്യണം. അതാണ് അത് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖൽബ് എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ് എന്നാണെന്നുള്ളത് വ്യക്തമായി. ഈ ഖൽബിലാണ് നമുക്ക്, ഹൃദയത്തിലാണ് നമുക്ക് ഭയം, അതുപോലെ തന്നെ നമുക്ക് വിശ്വാസം, ഇതൊക്കെ നമ്മൾ കുടികൊള്ളുന്നത് എവിടെയാണ്? ഈ മനസ്സിലാണ്. അപ്പോൾ ദൈവത്തോടുള്ള ദൈവ ഭയമാണെങ്കിലും അല്ലെങ്കിൽ ദൈവവിശ്വാസമാണെങ്കിലും ഇതൊക്കെ നമ്മളെ മനസ്സിലാണ് കുടികൊള്ളുന്നത്. അപ്പം നമ്മൾ പുറത്തുള്ളതാണെങ്കിൽ ഒരു ഭയം വന്ന് സ്റ്റോർ ചെയ്യുന്നതും അതെവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാക്കാണ്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ മനസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അവബോധ മനസ്സായ ഹൃദയത്തിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നഫ്സുൽ അമ്മാറ. 3 രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നഫ്സുൽ അമ്മാറ എന്നും നഫ്സുൽ ലവ്വാമ എന്നും നഫ്സുൽ മുത്മഇന്ന എന്നും 3 രൂപത്തിലാണ് ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടെ ശരീരത്തിനെ കുറിച്ച് പറയുമ്പം നേരത്തെ തത്വചിന്തകന്മാർ പറഞ്ഞതുപോലെ മനസ്സും ശരീരവും രണ്ടും 2 വ്യക്തികളാണ് എന്ന് തത്വചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇസ്ലാം ഇതിനെയും കാഴ്ചപ്പാടിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നഫ്സുൽ അമ്മാറ, ശരീരവും മനസ്സും, ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകളിലേക്ക്, സുഖത്തിലേക്ക്, തെറ്റ് എന്ന് പറയുമ്പോൾ അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ശരീരത്തെ സംബന്ധിച്ചിടത്തോളം. ശരീരം എപ്പോഴും സുഖം ആഗ്രഹിക്കുന്ന ഒന്നാണ് ശരീരം. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി ശരീരം വഴിപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ശരീരത്തെ നഫ്സുൽ അമ്മാറ എന്ന് പറയുമ്പോൾ ശരീരം എന്തിലേക്ക്? തെറ്റിലേക്ക്, സുഖങ്ങളിലേക്ക് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞ കാര്യം, അതായത് ആ തെറ്റുകളെ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന ഒരാളാണ് നഫ്സുൽ ലവ്വാമ. അപ്പം ശരീരം തെറ്റിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് മറ്റൊരാൾ, അതായത് മനസ്സ് പറയുന്നു അത് തെറ്റാണ്, അത് ചെയ്യരുത്. കള്ളു കുടിക്കാൻ വേണ്ടി പോകുന്ന ആളോട് പറയുന്നു, ശരീരം ആഗ്രഹിക്കുകയാണ് കള്ളു കുടിക്കാൻ. അപ്പോൾ മനസ്സ് പറയുന്നു വേണ്ട, അത് തെറ്റാണ്, കള്ളു കുടിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ അവിടെ നടക്കുന്ന ഒരു സംഘർഷം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള 2 പേരും തമ്മിലുള്ള ഒരു സംഘർഷം. ഒന്നുകിൽ ഒരാളെ കീഴ്പ്പെടുത്തുന്നു, ഒന്നുകിൽ ശരീരം മനസ്സിന് കീഴ്പ്പെടുന്നു, അല്ലെങ്കിൽ മനസ്സിനെ ശരീരം കീഴ്പ്പെടുത്തുന്നു.
അപ്പൊ അവിടെ ആരാണോ ആരെ കീഴ്പ്പെടുത്തുന്നു അതിലേക്കാണ് നമ്മൾ പോവുക. ഇപ്പൊ ശരീരം ഇച്ഛിക്കുന്ന ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശരീരത്തിന് കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യുന്നു? അവിടെ വിജയിക്കുകയും ആ നഫ്സുൽ അമ്മാറയിലേക്ക് അവൻ പോവുകയാണ് ചെയ്യുന്നത്. ഇനി അഥവാ മനസ്സ് അവനെ പൂർണ്ണമായി അവൻ അതിൽ നിന്നും തിരുത്തി അത് വേണ്ട, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് നേരായ വഴിയിലേക്ക്, നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നഫ്സുൽ ലവ്വാമ എന്നാ പറയൽ. അപ്പൊ ഈ രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതാണ് ഞാൻ മുമ്പൊരിക്കൽ പറയുകയുണ്ടായി, നമ്മളുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഒരു യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. വലിയ ഒരു യുദ്ധം ബദർ യുദ്ധം കഴിഞ്ഞു പോകുമ്പോഴാണ് ഇതിനേക്കാൾ വലിയൊരു യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്വഹാബാക്കൾ ചോദിച്ചത്, ഇതിലും വലിയ യുദ്ധമോ നബിയെ? അപ്പോൾ പറഞ്ഞ, അതെ, നമ്മളെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ അതിനെ അർത്ഥം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ യുദ്ധമാണ് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളോട് യുദ്ധം ചെയ്യുക. അങ്ങനെ യുദ്ധം ചെയ്ത് നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നഫ്സുൽ ലവ്വാമയായി വരികയും, അതിനെ ശരീരം മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അതിൽ നഫ്സുൽ അമ്മാറയായും അതിനെ പരിഗണിക്കും. ഇനി നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത് ഒരു മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പരിപൂർണമായും മനസ്സ് ശരീരത്തിന്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതായത് ശരീരം എന്ത് ഇച്ഛിക്കുന്നോ അതിനൊന്നും വഴപ്പെട്ടു കൊടുക്കാത്ത രീതിയിൽ മനസ്സിനെ അനുസരിച്ചുകൊണ്ട് കൃത്യമായും മനസ്സ് പറയുന്നതിനപ്പുറത്തേക്ക് ചലിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അതിനെ തളയ്ക്കപ്പെടുമ്പോഴാണ് അത് നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള സ്റ്റേജിലുള്ള ആളുകളാണ് മഹാന്മാരായ തപസ്സികളായ ആളുകൾ. നമ്മൾ ഇസ്ലാമികപരമായ ഔലിയാക്കളെ പോലുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണ്. മഹാന്മാരായ ആളുകൾ അവർ തെറ്റിലേക്കൊന്നും പോകില്ല. കാരണം അവരുടെ ആ നഫ്സുൽ അമ്മാറയെ തളച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിരിക്കുന്നു? കൃത്യമായും അവർ തളയ്ക്കപ്പെട്ടു. അവർ ഒരിക്കലേക്കും ഈ തെറ്റിലേക്ക് അവരെ മനസ്സ് വലിച്ചു കൊണ്ടുപോകില്ല. അപ്പോൾ നഫ്സുൽ ലവ്വാമയും നഫ്സുൽ അമ്മാറയും നഫ്സുൽ മുത്മഇന്നയും നമ്മൾ ചെറിയ രൂപത്തിൽ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ഇങ്ങനെ ഈ മൂന്ന് മനസ്സുകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോയിലൂടെ ഞാൻ നൽകിയ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.